ഉടമ്പടിയുടെ ധ്യാനം കേട്ടാൽ തന്നെ ഇത് ഈ മൊബൈലിൽ ധ്യാനം കേട്ടാൽ മതി, അപ്പം അറിയാൻ തുടങ്ങും. ബൈബിളൊക്കെ വായിച്ചാൽ അപ്പം ബൈബിളിൽ കണ്ണുനീര് വീഴും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാരുടെ വരദാനങ്ങളിൽ നമുക്കറിയാം ഭാഷാവരം, അതുപോലെ തന്നെ രോഗശാന്തി വരം, വിശ്വാസവരം, നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം നമ്മൾക്ക് കിട്ടുന്ന വരങ്ങളെന്ന് പറയണത് ബിബ്ലിക്കൽ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ. അതിന് ഗ്രേസ് എന്നല്ല പറഞ്ഞത്, ഗിഫ്റ്റ് എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയണത്. മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് സമ്മാനമൊന്നല്ല, ദാനമൊന്നല്ല, മറിച്ച് വരങ്ങളും ദാനങ്ങളും നമ്മൾ പറയും. പൊതുവെ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയും. പക്ഷേ ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വരം, അതായത് പരിശുദ്ധാത്മാവ് ഭാഷാവരത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് പറയും, നാവിൻ്റെ വരമെന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ കൺട്രോൾ പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ലല്ലബീസ് പറയാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് പരിചയമില്ലാത്ത റിഥമാറ്റിക്, ചിലപ്പോൾ നോൺ റിഥമാറ്റിക് ആയിട്ടുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത്, അതിന് അടുത്ത് പൗരസപ്പോസം പറയും, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓഫ് ടങ് കിട്ടിയാൽ അത് ജനങ്ങൾക്ക് കർത്താവ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളിനത് വ്യാഖ്യാനിക്കാനുള്ള വരം ഉണ്ടാവും. അപ്പോൾ അയാളത് പറയണം. വ്യാഖ്യാനിക്കാൻ വരമില്ല ഉള്ള ആരും ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഭാഷാവരക്കാരൻ നാവടക്കി ഇരിക്കുകയാണ് നല്ലതെന്ന് പറയും. അല്ല, പൗരസപ്പോസിൻ്റെ കൊറിന്ത്യസ് ലേഖനത്തിലുള്ളതാണ്. അവന് ഗിഫ്റ്റ് ഓഫ് ദി ടങ് പോലെ തന്നെയാണ് അത്. നമുക്ക് വിശ്വാസവരം, ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾക്ക് ഫെയ്ത്ത് മെക്കാനിക്കലായിട്ട് കിട്ടുന്നുണ്ട്. ഫെയ്ത്ത് 2-3 തരത്തിലാണ് നമുക്ക് ഫെയ്ത്ത് വരണത്. വിശ്വാസം കേൾവി എന്ന് വരും, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വരും. അതൊരു വരവാണ്. വിശ്വാസം എങ്ങനെ വരുന്നു, നമ്മളിലേക്ക് എങ്ങനെ വരണത്? വിശ്വാസം നമ്മളിലേക്ക് എങ്ങനെ വരണത്? ഒന്നെങ്ങനെ വരണത്? വിശ്വാസം കേൾവി എന്ന്. പിന്നെന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് ആണ് വിശ്വാസം വരണത്. ഇനി വിശ്വാസം ഗിഫ്റ്റായിട്ട് വരും. കാര്യം ഇതൊരു പ്രാഥമിക, ഇപ്പം നമ്മൾ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണ പോലെ തന്നെയാണ് വിശ്വാസം. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കുകയും ബൈബിൾ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നമുക്കൊരു വിശ്വാസം നമ്മൾ രൂപപ്പെട്ട് പതുക്കെ വരും. ഭയങ്കര സ്ലോ പ്രോസസ്സാണ്. വിശ്വാസം കേൾവി എന്ന് വരുന്നത് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഉള്ളത് ഉരുക്കായിട്ട് നല്ല ബലമായിട്ടിരിക്കും. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതായത് വിശ്വാസം കേൾവി എന്ന് വരണത്. ഇനി ഈ വിശ്വാസം തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടും. ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നു. വിശ്വാസത്തിന് വലിയ ഗ്രോത്തൊന്നുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് വിശ്വാസത്തിൽ വളർന്നേ പറ്റത്തുള്ളൂ. കർത്താവ്, കാര്യം വിശ്വാസം കൊണ്ടാണല്ലോ നീതിമാൻ ജീവിക്കണത്, ഇല്ലേ? ഇപ്പം ഹെബ്രായർ 11:1 എടുത്തേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ, ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോഴേ ഇത് ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ബൈബിൾ പിന്നെയും പറയും, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ തന്നെ നിങ്ങൾ കിടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കടന്ന് നമുക്ക് പക്വതയിലേക്ക് വളരാം, അല്ലേ? ഹെബ്രായർ 6:5 വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം.
ഇതാണ് ഞാൻ പറയണത് എപ്പോഴും. അതായത് വിശ്വാസം എന്ന് പറയണത് ഈ ക്രൊണോളജിക്കൽ ഗ്രോത്ത്. നമുക്ക് ശരീരം വളരുന്നു, നിനക്ക് 25 വയസ്സുണ്ട്, ഓക്കെ. പക്ഷേ നീ ആത്മീയതയിൽ തോറ്റ കക്ഷിയാണോ ജയിച്ച കക്ഷിയാണോ എന്ന് അറിയണമെങ്കിൽ 25 വയസ്സിൻ്റെ ലെവല്, ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. 25 വയസ്സിൻ്റെ ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. ചില ആൾക്കാർക്ക് ഇത് എടുത്താൽ പൊങ്ങാത്തതിൻ്റെ കാരണം ഇവരുടെ ഫെയ്ത്ത് ലെവൽ താഴെയാണ്. അവരുടെ പ്രായത്തിനൊത്ത വിശ്വാസമില്ല. ചിലപ്പോൾ വയസ്സ് 70 ഉണ്ടാകും, വിശ്വാസം ചിലപ്പോൾ 7 വയസ്സുകാരൻ്റെതായിരിക്കും. കാര്യം ഇതിന് മെയിൻ്റെനൻസ് ആവശ്യമായൊരു വിഷയമാണ്. അതുകൊണ്ട് 10:17 റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിന് വിശ്വാസം വളരണമെങ്കിൽ നമുക്ക് പല വിശ്വാസം ഉണ്ടാവും അല്ലേ. അമേരിക്കയും ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ചിലർ വിശ്വസിക്കണത് ഇറാൻ ജയിക്കുമെന്ന്, ചില ആൾക്കാർ വിശ്വസിക്കണത് ഇസ്രയേൽ ജയിക്കുമെന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പല പല വിശ്വാസം ഉണ്ടാവും. പക്ഷേ ദൈവികമായ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് വരണത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവാണ് നിൻ്റെ അനുഭവങ്ങളുടെ അനുപാതത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നിയോഗങ്ങളൊക്കെ ഇതില്ലേ, അപ്പോൾ ഇത് പുതുക്കുമ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത്, ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറയണത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 7 10 70 70,000 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിനൊരു ഒരു കാറ്റഗറിക്കൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 7 പറയണത്. 7 പറഞ്ഞാൽ എല്ലാം ബൈബിൾ പഠിക്കണത്. 7 ദിവസം ദൈവം സൃഷ്ടിച്ചത്, ഉദാശകൾ 7. അങ്ങനെ എന്താ കാര്യത്തിൽ 7 ഒരു പൂർണ്ണമായ നമ്പർ ആയതുകൊണ്ടും ബിബ്ലിക്കൽ റെവലേഷൻ്റെ ഭാഗമായതുകൊണ്ടുമാണ്. അപ്പോൾ ഈ വിശ്വാസം ഇപ്പോൾ 7 ദാനങ്ങളെന്ന് പറയുമ്പോൾ 70 ദാനങ്ങളും 700 7000 ദാനങ്ങളുണ്ട്. അത് നമ്മൾ വളരുന്നതനുസരിച്ച്. പക്ഷേ ബേസിക്കായിട്ട് ഈ ദാനങ്ങളുടെ വേഷപ്പകർച്ചകളോ അല്ലെങ്കിൽ വളർച്ചാരൂപങ്ങളോ ഒക്കെ ആയിരിക്കും മറ്റു ദാനങ്ങളെന്ന് പറയണത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൽ ഇപ്പം നിങ്ങളെ ഒരു സബ്ജക്റ്റ്, നിങ്ങളിപ്പോൾ ഉടമ്പടി ചെയ്യുന്ന നമ്മളെല്ലാവരും ഭൗതികമായ വിഷയങ്ങളാണ് വെച്ചിരിക്കുന്നത്. ചിലർ വസ്തുവിക്കാൻ വയ്ക്കും അല്ലേ, ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ കേസ് മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇത് വെള്ളം പോലെ ഇരിക്കും സംഭവം. വിഷയങ്ങളെല്ലാം വെള്ളം പോലെയാണ്. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വിശ്വാസം വളരണമെങ്കിൽ വിഷയങ്ങൾ വേണം. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ വേണം, ജീവിത വിഷയങ്ങൾ വേണം. ഒരു വിഷയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ. ഇപ്പം നമ്മൾ കളർ എന്ന് പറയണത് നിറം. വാട്ട് ഈസ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീല പച്ച എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പേരല്ലേ. വാട്ട് ഈസ് കളർ? ഇന്ന് നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണോ കെമിസ്ട്രിയുടെ സബ്ജക്റ്റാണോ, രണ്ടും അതിൻ്റെ അകത്തുണ്ട്. കെമിസ്ട്രിയുടെ കണ്ടൻറ്റും ഉണ്ട്, ഫിസിക്സിൻ്റെ കണ്ടൻറ്റും കളറിലുണ്ട്. പക്ഷേ കളർ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കളറ് പച്ചയെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇൻറ്റൻസിറ്റി, നമ്മളെ ഒരു കണ്ണ് ഒരു വസ്തുവിനെ സംവേദനമാക്കുമ്പോഴുണ്ടാകുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റിയിൽ ഉണ്ടാകുന്ന അനുഭവ തലങ്ങളെയാണ് കളർ എന്ന് പറയണത്. പക്ഷേ നമ്മൾ ബൈബിൾ ബ്രൗൺ കളർ എന്നല്ല പറയണത്. ബൈബിൾ ബ്രൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ബ്രൗൺ പോലെ മനസ്സിലാകുന്നു. മനസ്സിലായില്ലേ? ബ്രൗൺ പോലെ മനസ്സിലാകും. ഇതുപോലെയാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസം പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് വിഷയബന്ധിയാണ്. ഒരു വിഷയം എന്താണ്? ഒരു വിഷയം നമ്മൾ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ മക്കളില്ല എന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസം കാണപ്പെടാത്തതുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ വായിച്ചില്ലേ ഹെബ്രായർ എന്താ പറഞ്ഞത്? ഹെബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം പറഞ്ഞ് വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ട്. പിന്നെ എന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പ്, ലഭിക്കുമെന്നുള്ള
ഉറപ്പാണ്. അപ്പം കാണപ്പെടാത്ത സാധനത്തിനെ കാണപ്പെടുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പവറാണ് വിശ്വാസം എന്ന് പറയണത്. കാണപ്പെടുന്നില്ല, ആ സംഭവമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയോടെ പറഞ്ഞത് ഒരു കുഞ്ഞിനെ, അത് 14 വയസ്സായി, 14 വയസ്സായിട്ടും ഗർഭപാത്രമില്ല. അപ്പം അമ്മയ്ക്ക് ഭയങ്കര കരച്ചിൽ. കാര്യം എന്താ, ഗർഭപാത്രം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ, ഇങ്ങനെ നമുക്ക് സങ്കീർണങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ജീവിത അനുഭവ തലങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകണത്. എന്താണ് വിശ്വാസം? നമ്മൾ എന്ത് പറയും? കാണപ്പെടാത്തത് ഉണ്ട്, ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കും. വിശ്വാസത്തിൻ്റെ റോൾ എന്താ? വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്? അത് കാണപ്പെടാത്തത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. ഈ കൊടുത്ത പോയിന്റ്, നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദേർ. അതാണ് നമ്മൾ പറയണത്, കർത്താവിൻ്റെ കൈകളിലെന്നാണ് നമ്മൾ പറയണത്. കാണപ്പെടാത്തത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ എന്ത് പറയും? കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും. കാണപ്പെടാത്തത് ഉണ്ട് എന്ന് വെച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലുണ്ടെന്നാണ്. അത് ആർക്ക് കിട്ടും? പ്രത്യാശിക്കുന്നവർക്ക് ലഭിക്കും. പ്രത്യാശിക്കുന്നവർക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണത് ഈ പ്രത്യാശയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രത്യാശയെയും വിശ്വാസത്തെയും മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫിഷ്യൻസിയാണ് ഉടമ്പടി കാഴ്ചവെക്കുന്നത്. അത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ബുദ്ധിയുള്ളവരും കുറച്ചുകൂടി വിദ്യാഭ്യാസം കൂടുതലുള്ളവരും അച്ഛൻ ആദ്യം പറഞ്ഞ ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് അതിൽ താഴെ ഗ്രാസ്പിംഗ് പവർ ഉള്ളവർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, നമ്മുടെ കയ്യിലില്ല, പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ അത് ഉണ്ട്, അല്ലേ? ഇനി എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഈ പ്രത്യാശ ആരിലാണ്? ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? നമ്മുടെ പ്രത്യാശയുടെ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം. പിന്നെന്താണ് വിശ്വാസം? അതാണ് ഈ പ്രാർത്ഥന. ഞാൻ ചില പ്രാർത്ഥനക്കാരെ ഞാൻ ശരിക്കും വഴക്കിടും. എന്താ കാര്യം? അവർ 60 വർഷമായാലും പ്രാർത്ഥന തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായിട്ട് കൊണ്ടു നടക്കുന്നത്. 60 വർഷമായാലും അവർക്ക് പ്രാർത്ഥന, അവർക്കതേ അറിയാൻ പാടുള്ളത്. പക്ഷെ ഒരു മേജർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രാർത്ഥന ചിലപ്പോൾ പരാജയമായിരിക്കും. എന്താ കാര്യം? പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണത് വിശ്വാസത്തിലാണ്. അത് ദൈവിക പുണ്യത്തിൻ്റെ ആദ്യ ഭാഗമേ ആകുന്നുള്ളൂ. രണ്ടാം ഭാഗം എന്താണ്? പ്രത്യാശയാണ്. മൂന്നാം ഭാഗം എന്താണ്? സ്നേഹമാണ്. മനസ്സിലായില്ലേ? ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം, അതായത് ചില വിശ്വാസം ചില വിഷയങ്ങൾ പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ഈ കൊണ്ട് ഒരു 10 ജപമാല ചൊല്ലിയാൽ പ്രവർത്തനക്ഷമമാകും, പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ചിലത് അതിനേക്കാൾ മേജറാണത് പ്രാർത്ഥന കൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പിശാസിനെ പുറത്താക്കുന്ന കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാസിനെ പുറത്താക്കാൻ കഴിയാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് താപോലിൽ നിന്ന് ഇറങ്ങുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും അറിയണം, ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ 10 100 ധ്യാനം കൂടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ധ്യാനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങളിൽ കിടക്കും. ഉടമ്പടിയുടെ പുതുക്കൽ കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഗ്രേഡ് വർദ്ധിക്കണം, കപ്പാസിറ്റി വർദ്ധിക്കണം. അതൊന്ന് വായിച്ചേ. തുല്യം യേശുവേ ജീവനേ സുന്ദരമേ അങ്ങേ മത്തായി 17:19.
മത്തായി 17:19 വായിച്ചോളൂ. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു. ഇത് കണ്ടല്ലേ, ഇതിന്റെ പോക്ക് കണ്ടല്ലേ? അപ്പം കഴിയാത്ത കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് വരെ ഉണ്ടെന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് കഴിയണില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ അപ്പോസ്തലന്മാർക്ക് കഴിവില്ല. അതെന്തുകൊണ്ടാണ് കാര്യം? അതാണ് ഈ ഈ ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിയത്തില്ല, ഉറപ്പല്ലേ? ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ചാൽ ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് പോലും കഴിയത്തില്ല. എന്നിട്ട് ഈശോ പറയും, നിങ്ങളെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഈ ഗ്രേഡ് കൂടിയ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോരാതെ വരും. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം. പിന്നെ എന്ത് ചെയ്യണം? ചിലത് പ്രാർത്ഥന കൊണ്ടും ശരിയാകത്തില്ല. എന്താ കാര്യം? ചില കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും ചില കയ്യെഴുത്ത് പ്രതികളിൽ കിടക്കണ എന്താണ്? നമ്മളെ അതായത് മൊബൈലിൽ കാണത്തില്ല അത്. അതായത് മത്തായി 17 ബൈബിളിലെ മത്തായി 17 അധ്യായത്തിൻ്റെ താഴെ ടിപ്പണിയിലുണ്ട്, അതായത് ഫുഡ് നോട്ടിലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചില കയ്യെഴുത്ത് പ്രതികളിൽ 17 അധ്യായം 21 വാക്യമായി പ്രാർത്ഥനയും ഉപവാസവും വഴി അല്ലാതെ ഈ വർഗത്തെ പുറത്താക്കാനാവില്ല എന്ന് ചേർത്ത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില ബന്ധനങ്ങൾ അഴിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, പിന്നെന്ത് വേണം? ഉപവാസം വേണം. മനസ്സിലായില്ലേ? അതാണ് ഈ ഉടമ്പടിയിൽ ഉപവാസം ചേർത്തിരിക്കുന്ന കാര്യം. മേജർ കാര്യങ്ങളെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്, ബലം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം 5 കിലോ പൊക്കണമെങ്കിലും 10 കിലോ പൊക്കണമെങ്കിലും ഒരേ ബലം മതിയാ. 5ാം ക്ലാസ്സുകാരൻ ചിലപ്പോൾ 5 കിലോ പൊക്കും. പക്ഷേ 5 കിലോ അവന് 10 കിലോ അവന് പൊക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സുകാരൻ അവൻ്റെ ബോഡി വെയിറ്റ് 10ാം ക്ലാസ്സിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളിന് അത് പൊക്കാം. അപ്പോൾ വിശ്വാസം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വയസ്സ് വളരണ പോലെ വിശ്വാസം വളരണം എന്നുണ്ടാകുന്ന നോക്കണം. നമ്മളെപ്പോഴും എൻ്റെ കൂടെ ആപ്പിള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രദറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൊന്തയെല്ലാം നിൽക്കും. സെമിനാരി ഇംഗ്ലീഷ് കൊന്ത. ഇപ്പോൾ കൊന്തയിലുള്ള സമയത്ത് ഈ ആപ്പിളിയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടാകും, എൻ്റെ കയ്യിലും കൊന്ത ഉണ്ടാകും. ഞാനിങ്ങനെ അച്ഛന്മാരെ പേടിച്ചും ദൈവത്തിനെ പേടിച്ചും ഒക്കെ കൊന്തയെല്ലാം വൃത്തിമേനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൻ്റെ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ മെയിൻ പരിപാടി ഞങ്ങൾക്കവിടെ സെമിനാരി ബാസ്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അതുപോലെ തന്നെ കരാട്ടയ്ക്ക് പോകാം. എന്ത് വേണമെങ്കിലും വൈകുന്നേരം 5 മണിക്ക് 1 മണിക്കൂർ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫിസിക്കലായിട്ട് എക്സസൈസിൻ്റെ ടൈമാണ്. ആപ്പിളിൽ ഇതൊന്നും പോകത്തില്ല. ആപ്പിൾ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. ആ സമയത്ത് ആപ്പിളിൻ്റെ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ ആപ്പിൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ജിംനേഷ്യത്തിൽ പോയിട്ട് വന്നിട്ട് കുളിക്കും. ശരീരം തണുത്ത് കഴിയുമ്പോൾ കുളിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാം പിന്നെ കൊന്തക്ക് കയറും. കൊന്തക്ക് കയറുന്ന സമയത്തെല്ലാം ആപ്പിൾ ജിംനേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണാടി വെച്ചുകൊണ്ട് ഏത് മസിലാണ് പൊങ്ങിയത്, ഏതാണ് താന്നത്, വയറിൽ എത്ര മസിൽ വന്ന്, 6 പാക്ക് വന്നാൽ ഇപ്പം 4 വന്നുള്ള 5 വന്നാന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണാടി നോക്കത്തില്ലേ? അതുപോലെ ഈ കൊന്തയിലുള്ള സമയത്ത് കണ്ണാടി നോക്കാൻ പറ്റത്തില്ലല്ല. കൊന്തയിലുള്ള സമയത്ത് ശരീരം ഇവിടം വരെ ഉടുപ്പിട്ടിരിക്കുകയല്ലേ. ആപ്പിൾ നോക്കണ വെച്ചാൽ ഈ മസിൽ ചുരുട്ടി എന്നെ കാണിക്കും കൊന്തയിട്ടൊക്കെ. ഇതിന് മസിൽ എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ മസിലൊന്നും ഇല്ലല്ലോ. ആപ്പിളിൻ്റെ കയ്യിൽ 5-6 മസിലുണ്ട്. അതിങ്ങനെ ഡംബൽസ് പിടിച്ച് മസിലുണ്ടാക്കിയതാണ്. ഇപ്പോൾ നന്മ പറയുന്നത് ജല്ലിക്കെട്ടിക്കുന്ന സമയത്ത് പരിശുദ്ധ പറഞ്ഞ് ചെല്ലുമ്പോൾ ആപ്പിളി കൈ ചുരുട്ടി എന്നെ കാണിക്കും. നോക്കിയേ എത്ര മസിലായെന്ന് നോക്കി. എന്നാ പറ്റി? ആപ്പിളി ആ കൊല്ലം തന്നെ സെമിനാരിൽ നിന്ന് പോയി. അതാണ് വിഷയം. എന്നാലും ഞാൻ ആപ്പിളി എപ്പോഴും ഓർത്തിരിക്കും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വലിയ വക്കീലാണ് പുള്ളി. കാരണം അദ്ദേഹത്തിൻ്റെ വിളി അതായിരുന്നു. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നു. അതാണ് വിഷയം. നമ്മളെങ്ങനെ ദൈവദിനത്തിന് പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ ഭാവിയെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പ്രാർത്ഥന ഇടക്ക് പോലും അയാൾ നോക്കിയത് മസിലെത്രണ്ണം കട്ട കൂടി എന്നാണ് നോക്കുന്നത്. അത് അയാൾക്ക് ആ ശരീരത്തെക്കുറിച്ച് അത്രയും ജാഗ്രതയുണ്ടല്ലോ. ഇത്രയെങ്കിലും ജാഗ്രത നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം.
ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിശ്വാസം വളർന്നുവെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അയാൾ പ്രാർത്ഥനയിടക്ക് പോലും അയാളുടെ ശരീരം വളർന്നു എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ പോയി സിനിമ കണ്ടാലും ശരി, അപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ഇതിൽ വളരുന്നുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, വയസ്സ് വളരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാൻ അങ്ങ് നൽകുന്ന വിഷയങ്ങളോട് സുവിശേഷ വിഹിതമായി പ്രതികരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മുകളിലായി ഇപ്പോഴും നിൽക്കുവാൻ ആരാധനയിലൂടെ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെയാണ്. നമ്മൾ ഉടമ്പടിയിൽ ഇപ്പം നേരത്തെ എന്താ പറഞ്ഞത്? വിശ്വാസം കേൾവിയിൽ നിന്നും, അല്ലേ എന്നല്ലേ പറഞ്ഞത്? അതേതാണ് വചനം? റോമ 10:17. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. അതാണ് ഈ പ്രഥമ പാഠം എന്ന് പറയണത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠമാണ്. ഇനി എന്താ പറയുന്നത്? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ അറിവാണ്. മനസ്സിലായില്ലേ? വിശ്വാസം അറിവിൽ നിന്ന്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് കിട്ടിയാൽ കുറച്ച് നമുക്ക് ഈ അറിവ് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിലായി? വിശ്വാസം കേൾവി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസം ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണത്, അല്ലേ? അപ്പോൾ ബൈബിൾ വായിച്ചാലും ബൈബിൾ പ്രസംഗം കേട്ടാലും നമുക്ക് എന്താ സംഭവിക്കണത്? യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കിട്ടും, ഇല്ലേ? അങ്ങനെ വിശ്വാസം അറിവിൽ നിന്നും, അപ്പോൾ വിശ്വാസം അറിവിൽ നിന്നും, ഈ അറിവ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിവ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, ഇല്ലേ? അത് ലെവലാണ്. പക്ഷെ പ്രാർത്ഥന കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. അതിനെന്ത് ചെയ്യണം? ഉപവസിക്കണം. അതാണ് 17:21. പ്രാർത്ഥന കൊണ്ടും ചില ഗ്രേഡുകൾ, അതായത് ചില ബന്ധങ്ങൾ, ആ പിശാചിനെ ഉപേക്ഷിക്കാൻ ഒഴിപ്പിക്കാൻ 10 ദിവസത്തിന് പോലും കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചോദിച്ചു, ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. കർത്താവിനോട് ചോദിച്ചേ, കർത്താവ്, എൻ്റെ വിശ്വാസ വളർച്ചയിലൊരു പ്രോബ്ലം ഉണ്ട്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? അപ്പം നിങ്ങൾ പല പ്രശ്നങ്ങൾ എഴുതിയിട്ടില്ലേ ഉടമ്പടിയിൽ, ഇല്ലേ? ചിലത് നിങ്ങൾക്ക് നടക്കത്തില്ല. അതെന്താ കാരണം? അതാണ് അപ്പോസ്തലന്മാർ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കതിനെ ഒഴിപ്പിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട്? അപ്പോൾ കർത്താവ് എന്താ പറയണത്? നിങ്ങൾക്ക് വിശ്വാസം കുറവേ ഉള്ളതാണ് കാരണം.
അല്ലേ? അതിന് മറുപടി പറഞ്ഞത് എന്താണ്? 17:20. 17:20. യേശു പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. അപ്പോൾ എന്താ പ്രശ്നം? ഈ പ്രാർത്ഥനയിലൂടെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത്, അതായത് പ്രഥമ പാഠം എന്താണ്? വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠം എന്ന് പറഞ്ഞിട്ടില്ലേ? അതായത് അത് എത്രയാണ്? ഹെബ്രായർ എത്രയാണ്? 6. ഹെബ്രായർ 6:1 വായിച്ചേ. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഈ പ്രശ്നങ്ങൾ അധികരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മളിങ്ങനെ ഫെയ്ത്ത് മച്യൂരിറ്റിയിലേക്ക് ദൈവം വളർത്തുകയാണത്. പിടികിട്ടിയേ? അല്ലാതെ ഇങ്ങനെ എന്തുകൊണ്ടാണ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ പണ്ട് വിജയകുമാർ സാർ എന്നോട് പറയുമായിരുന്നു, പ്രോബ്ലംസ് ആർ ഇൻ ക്യൂ എന്നാണ് പറയണത്. അതായത് ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാകും. എത്ര പ്രാർത്ഥനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, വിശുദ്ധ ജീവിതത്തിനും കുഴപ്പമില്ല, പക്ഷേ പ്രശ്നം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മളവർക്ക് അയ്യോ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കണമല്ലോ, എന്നിട്ട് എന്താണ് പിന്നെയും പ്രശ്നം തന്നെ. നമ്മളെന്താ ചെയ്യണത്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്തിരിക്കുന്നത്. പിടിയിട്ടില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പിന്നെയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ ചിലർ പറയും, അച്ഛാ നമുക്ക് ഈ പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നമാണല്ലേ അച്ഛാന്ന് ചോദിക്കും. ആ ചിലർക്ക് എങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥിക്കാതിരിക്കണമല്ലേ നല്ലതെന്ന് ചോദിക്കും. അതാണ് അവർ ഉദ്ദേശിക്കണത്. പ്രാർത്ഥിച്ചില്ല പിന്നെ പ്രശ്നമില്ലല്ല, പ്രാർത്ഥിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം ഉണ്ടാകണത്. ചിലർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടാകും. അപ്പോസ്തലന്മാർക്ക് പ്രാർത്ഥിക്കുന്നതോറും പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം ഉണ്ടായത്? നേരത്തെ അവർക്ക് വിശക്കണ പ്രശ്നങ്ങളേ ഉള്ളു. അത് വലിയ